ഈ ജസ്നയുടെ കൃഷ്ണഭക്തി പലപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ട്. ഗുരുവായൂർ ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ടു, അതോടൊപ്പം തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പല വിഷയങ്ങളിലും ജസ്ന ചർച്ചയാവുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ടും ജസ്നയുടെ വാർത്തകൾ വരുന്നുണ്ട്. എന്താണ് തന്നെ അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇടയ്ക്ക് ഈ ജസ്ന സലീം എന്ന് പറയുന്ന ഒരു മറ്റു സമുദായത്തിലുള്ള ഒരു സ്ത്രീ, അവർക്ക് കൃഷ്ണനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആദ്യം നമ്മളൊക്കെ കരുതി എല്ലാ മതത്തിലുള്ളവർക്കും ഏത് ദൈവത്തെ വേണമെങ്കിലും സ്നേഹിക്കും. ഇപ്പം നമ്മളൊക്കെ വെട്ടുകാട് പള്ളിയിൽ പോകാറുണ്ട്, പിന്നെ വേളാങ്കണ്ണി പള്ളിയിൽ പോകാറുണ്ട്, ഭീമാവള്ളിയിൽ പോകാറുണ്ട്. അതൊക്കെ നമ്മുടെ വിശ്വാസത്തിന്റെ കൂടി ഒരു ഭാവമാണ്. നമുക്ക് എല്ലാ ദൈവങ്ങളും ഒരുപോലെ കാണുന്നവരാണ്. അവിടെ ഒരാൾക്ക് ഇന്ന ദൈവത്തെ കണ്ടുകൂടാ, ഇന്ന ദൈവത്തെ സ്നേഹിച്ചുകൂടാന്നൊന്നുമില്ല. എല്ലാവർക്കും എല്ലാ ദൈവത്തെ സ്നേഹിക്കുക. പ്രത്യേകിച്ച് തട്ടമിട്ട ഒരാൾ കൃഷ്ണഭക്തി ആകുമ്പോൾ അത് കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെടുകയാണ്. ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചത്. ആദ്യമൊക്കെ കൃഷ്ണനെ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി. ഇതിന്റെ പേരിൽ അത് കുറച്ച് നാളായതേ ഉള്ളൂ. എന്നെന്നും കണ്ണനോടൊപ്പം അങ്ങനെ എന്തോ ആണ് യൂട്യൂബ് ചാനലിന്റെ പേര്. അപ്പോൾ യൂട്യൂബൊക്കെ തുടങ്ങി കൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ച് അങ്ങനെയാണ് ആദ്യം സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത്. പിന്നീട് എയറിലാവുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അതായത് ആദ്യം ഇത് കൃഷ്ണനോടുള്ള സ്നേഹമാണ്, കൃഷ്ണഭക്തി മൂത്ത് ചെയ്യുന്നതാണെന്നൊക്കെയാണ് കരുതിയത്. പിന്നീട് മനസ്സിലായി ഇതൊരു കച്ചവടമാണ്. കൃഷ്ണനെ തട്ടമിട്ട ഒരു പെൺകുട്ടി കൃഷ്ണനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഈ ചിത്രങ്ങൾ വരയ്ക്കുന്നു, അത് വേറെ ആരൊക്കെ വരച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നത് അതൊന്നും എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല. ഇതൊക്കെ വലിയ തുകയ്ക്കാണ് പിന്നീട് വിൽക്കുന്നത്. ഇത് സുരേഷ് ഗോപി വരെ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വരെ ഈ ചിത്രം വാങ്ങി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച ഒരു പിന്നെ വാർത്തയൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നീട് വലിയ സോഷ്യൽ മീഡിയയിൽ വൈറലായി. പിന്നീട് ഇത് കൃഷ്ണന്റെ ഗുരുവായൂരിൽ മുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല എന്നത് യേശുദാസിനെ പോലും കയറ്റുന്നില്ല അവര്. പിന്നെ ഗുരുവായൂർ അവിടെയാണ് ഈ അഹിന്ദുക്കൾക്ക് അവിടെ പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അഹിന്ദുക്കളെ പോലും അവിടെ കയറ്റാത്തിടത്താണ് ഈ പെൺകുട്ടി അവിടെ എത്തുന്നത്, ഈ സ്ത്രീ അവിടെ എത്തുന്നത്. അവിടെ നിന്ന് റീൽസ് എടുക്കുന്നു, മേൽശാന്തിയുടെ റൂമിൽ വരെ കയറുന്നു, എന്നിട്ട് അവിടുത്തെ റീൽസ് എടുക്കുന്നു, ഇത് യൂട്യൂബിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു. കൃഷ്ണന്റെ ഇപ്പൊ വെളിയിൽ നിന്നുകൊണ്ട് സൂം ചെയ്ത് മൊത്തത്തിൽ ഗുരുവായൂരിലെ മൊത്തം കാര്യങ്ങളും, പ്രത്യേകിച്ച് ഒരുപാട് പ്രൊട്ടക്ഷനുള്ള സ്ഥലമാണ് ഗുരുവായൂർ എന്ന് പറയുന്നത്. അപ്പൊ അതിങ്ങനെ സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുന്നു, ഇവരോടൊപ്പം ഒരുപാട് ആളുകൾ വരുന്നു എന്ന് പറയുന്നു. അങ്ങനെ മൊത്തത്തിൽ ഇതൊരു എന്തോ ഒരു ദുരൂഹത ഇതിന്റെ പിന്നിൽ നിൽക്കുന്നത് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ കോടതി പറഞ്ഞു ഗുരുവായൂരിൽ റീൽസ് നിരോധിച്ചിരിക്കുന്നു, ഇനി റീൽസ് എടുക്കണ്ട. അതിന് മുന്നേ ഇവര് ഗുരുവായൂർ അമ്പലത്തിന്റെ നടയിൽ വന്ന് കേക്ക് കട്ട് ചെയ്ത് ആഘോഷമൊക്കെ നടത്തി, അവിടെ വന്ന ആളുകൾക്കൊക്കെ കേക്ക് കൊടുത്ത്, അങ്ങനെ കുറെ സ്ത്രീകൾ അതിൽ പ്രതിഷേധിച്ചു. അപ്പൊ തന്നെ അത് വല്ലാത്തൊരു കലാപത്തിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ടെന്ന് കണ്ട് പിന്നീട് അതിൽ പെട്ടെന്ന് അധികൃതരൊക്കെ ഇടപെട്ട് അതിൽ ഒരു പിന്നെ എന്താ പറയുക, അതിനെ അങ്ങ് മാറ്റി നിർത്തി. അല്ലെങ്കിൽ ചിലപ്പോൾ അതൊരു കലാപത്തിലൊക്കെ കൊണ്ടെത്തിച്ചേനെ. പ്രത്യേകിച്ച് ഹിന്ദു വിശ്വാസികൾക്ക് വല്ലാത്തൊരു പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രകോപനമൊക്കെ ഉണ്ടാവുമല്ലോ, അതുണ്ടാകുമോ എന്നൊക്കെ ഭയന്നുകൊണ്ട് ഇത് കേസായി. പലരും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ചെയ്തു. അങ്ങനെ ഇത് കോടതിയുടെ മുന്നിലെത്തി. കോടതി ഉടനെ പറഞ്ഞു ഇവർ റീൽസ് എടുക്കുന്നതെന്നല്ല പറഞ്ഞത്. കോടതി പറഞ്ഞത് ഇനി ആരും ഗുരുവായൂർ അമ്പലത്തിന്റെ മുന്നിൽ വിവാഹവും മറ്റ് ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം, അല്ലാണ്ട് റീൽസ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് ഇനി അനുവദിക്കില്ല. അങ്ങനെ എടുത്താൽ കേസ് ഉണ്ടാകും എന്നുള്ളൊരു നിലപാട് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. കോടതി അത് പറഞ്ഞ് കുറച്ച് നാളുകൾ ഇവർ മിണ്ടാതിരുന്നു. വീണ്ടും കൃഷ്ണ വിഗ്രഹത്തിൽ വന്ന് മാലയിട്ട് എന്താ പറയുക റീൽസാക്കി അത് പ്രചരിപ്പിച്ചു. അപ്പോൾ കലാപത്തിന് ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് കേസെടുത്തു. കോടതി നേരിട്ടാണ് കേസെടുത്തിരുന്നത്. കാരണം കോടതി പറഞ്ഞൊരു വാക്കിന് പുല്ല് പോലും വിലയില്ല എന്നുള്ളതാണ് ഇവർ ഈ കാണിച്ചതിലൂടെ മനസ്സിലാവുന്നത്. എന്നിട്ട് ഇവർ വീണ്ടും വന്നിട്ട് സ്വയം ന്യായീകരിക്കുകയാണ്. ഞാൻ അങ്ങനെയല്ല ചെയ്തത്, ഇതാണെന്നൊക്കെ പറഞ്ഞ് സ്വയം ന്യായീകരിക്കണം. അത് കഴിഞ്ഞിട്ട് ഇവർ കാണിച്ചത് ഗുരുവായൂർ അമ്പലത്തിന്റെ പുറത്താണെന്ന് തോന്നുന്നു കൃഷ്ണ വിഗ്രഹം വെച്ച് കണി വെക്കുന്നു. നമ്മൾ ഈ കണി വെക്കുന്നതൊക്കെ ഒന്നുകിൽ ഓഫീസിലേക്ക് നട റോഡിൽ നിന്ന് കണി വെക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇനി എന്റെ അറിവില്ലായ്മയാണോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ആശാ വർക്കർമാരുടെ സമരത്തിന് അവർക്ക് സമരക്കാർക്ക് വേണ്ടി അവിടെ എന്തോ ഒരു സംവിധാനം ഏർപ്പെടുത്തി എന്ന് തോന്നുന്നു, സെക്രട്ടേറിയറ്റ് കണി വെക്കാനായിട്ട്. അത് അതിൻ്റെതായ ഒരു രീതിയിൽ തന്നെയാണ്. ഇത് നട റോഡിൽ ആരെയോടൊക്കെ ഉള്ള പ്രതിഷേധം അറിയിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് കണി വെക്കുന്നു. പിന്നെ പറയാതെ പറയുകയാണ് കൃഷ്ണനൊന്നിന്റെ ഒന്നും സ്വകാര്യ സ്വത്തല്ല, ആരുടെയും തന്തയുടെ വകയല്ല, ആ രീതിയിലാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ എല്ലാ മതത്തിലുള്ളവരെയും നമുക്ക് സ്നേഹിക്കാം.
ഹിന്ദുവായി എനിക്ക് മുസ്ലിം മതത്തെ സ്നേഹിച്ചുവിടാന്നില്ല, മുസ്ലിം മതത്തിലെ വിശ്വാസങ്ങൾ അനുഷ്ഠിച്ചുവിടാന്നില്ല, ക്രിസ്ത്യൻ മതത്തിൽ ക്രിസ്ത്യൻ എന്താ പറയുക ഈ പള്ളികളിൽ പോയിക്കൂടാന്നില്ല, നോമ്പെടുക്കുന്ന എത്രയോ ഹിന്ദുക്കളുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം, അത് എന്റെ മാത്രമുള്ള മിസ്റ്റേക്ക് ആയിരിക്കും. ഒരു കല്യാണത്തിന് ഞാനൊരു പള്ളിയിൽ പോയി. കല്യാണമൊക്കെ കഴിഞ്ഞ് അച്ഛൻ ഈ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വെള്ള സാധനം നമ്മുടെ നാക്കിൽ വെക്കാൻ തരും. അത് എന്താണെന്ന് എനിക്കറിയില്ല. അത് ഒരു സാധനം തരും. അപ്പൊ ഞാൻ ഇത് കയ്യിൽ വാങ്ങിച്ചിട്ട് ബാക്കി എല്ലാവരും കഴിച്ചു. എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ ഇത് എന്ത് സാധനം എന്നവരുടെ കയ്യിൽ വാങ്ങി വെച്ചു. ഉടൻ തന്നെ ഈ ആളുകളൊക്കെ നിൽക്കുന്നിടത്ത് നിന്ന് ഈ അച്ഛൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടങ്ങ് പോയി. അപ്പൊ ആളുകളൊക്കെ ഇതെന്താ സംഭവം എന്നറിയാം. അപ്പൊ ഞാൻ തൊട്ടടുത്ത് നാളിനോട് ചോദിച്ചു എന്താ സംഭവം എന്ന് ചോദിച്ചു. അത് ക്രിസ്ത്യാനികളല്ലാത്തവർ ഇത് കഴിക്കാൻ പാടില്ല, അതുകൊണ്ടാണ് അച്ഛൻ വാങ്ങിക്കൊണ്ട് പോയത്. എനിക്കറിയില്ല ഇതെന്താ സാധനം എന്നുള്ളത്. അച്ഛൻ തന്നപ്പോൾ ഞാനങ്ങ് വാങ്ങി. അപ്പൊ ഞാൻ പെട്ടെന്ന് കഴിക്കാത്തതുകൊണ്ട് അപ്പൊ അച്ഛൻ മനസ്സിലായി ഞാൻ ക്രിസ്ത്യാനി അല്ല എന്നുള്ളത്. അപ്പൊ അത് അവരുടെ വിശ്വാസമാണ്. പതുക്കെ വന്ന് എന്നോട് പറയുകയല്ല ചെയ്തത്. എല്ലാ ആളുകളും കൂടി നിൽക്കെ അവരുടെ വിശ്വാസത്തെ ഞാൻ എന്തോ വ്രണപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് കരുതി എന്റെ കയ്യിൽ നിന്ന് അങ്ങ് പിടിച്ചു വാങ്ങിക്കൊണ്ടാണ് പോയത്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ എനിക്കൊരു മോസ്കിൽ കയറണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് പോയി നേരിട്ട് ചെന്ന് മോസ്കിൽ കയറാൻ പറ്റുമോ? അതൊരു കലാപത്തിന് ശ്രമിച്ച ഒരു സ്ത്രീ മോസ്കിൽ കയറിയാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. അവരുടെ മതത്തിൽപ്പെട്ടവർക്ക് പോലും കയറാൻ കഴിയില്ല. ഇപ്പോഴും ആ സ്ത്രീകളെ അവർ കയറ്റിയിട്ടില്ല. അപ്പൊ പിന്നെ നമുക്ക് ആർക്കെങ്കിലും തട്ട ഇട്ടുകൊണ്ട് തന്നെ മോസ്കിൽ കയറണമെന്ന് തന്നെ നമ്മളെ സമ്മതിക്കും അവര്? ഇല്ല. പൊതു ഇടത്തില് നബിയുടെ ചിത്രമോ അല്ലെങ്കിൽ പ്രവാചകന്റെ ചിത്രമോ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ കാണിച്ചാൽ ഇവരാരെങ്കിലും ഈ ഏതെങ്കിലും സമുദായത്തിൽപ്പെട്ടവർ നമ്മളെ വിടും? യേശുവിനോട് എനിക്ക് ഭയങ്കര സ്നേഹമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ യേശുവിനെ നട ഓടിക്കൊണ്ട് വെച്ചാൽ ഈ ക്രിസ്ത്യാനികൾ ഒന്നടങ്കം എനിക്കെതിരെ അല്ലെങ്കിൽ ആരാണ് വയ്ക്കുന്ന അവർക്കെതിരെ തിരിയില്ല. അപ്പോ ഇത് കലാപത്തിനുള്ള ശ്രമത്തിനപ്പുറം ഇത് ഹിന്ദുവിനെ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ആചാരത്തെ എങ്ങനെയും കച്ചവടമാക്കി ജീവിക്കാം. എനിക്ക് തോന്നുന്നവർക്ക് യൂട്യൂബ് ചാനലിലൂടെ വരുമാനം നേടുക എന്നുള്ള ജസ്നയൊക്കെ ആദ്യം വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു ആരാധന തോന്നിയിരുന്നു. അന്യമതത്തിൽപ്പെട്ട ഒരാളാണ് ഇങ്ങനെ വരുന്നു, ശ്രീകൃഷ്ണനെ ഇത്രയധികം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ. അതുപോലെ തന്നെ ഗുരുവായൂർ നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഗുരുവായൂർ ചുറ്റുമുള്ള വ്യാപാര സ്ഥാപനങ്ങൾ മുഴുവൻ ഇസ്ലാം മത വിശ്വാസികളാണ് അവിടെ മുഴുവൻ കച്ചവടം ചെയ്യുന്നത്. അത്ര ഒരു ഒരു സഹോദരങ്ങളെ പോലെയാണ് അവർ ഓരോരുത്തരെയും കാണുന്നത്. കാരണം വരുന്ന ഹിന്ദുമത വിശ്വാസികളും ഇവരുടെ കടകളിൽ നിന്ന് സാധനം വാങ്ങുന്നു, അവർ സ്നേഹത്തോടെ തിരിച്ച് ആ സ്നേഹം പ്രകടിപ്പിക്കുന്നു. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഗുരുവായൂർ. പിന്നെ അന്നു മുതലുള്ള ആചാരമാണ് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ളത്. അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. എല്ലാവരും അമ്പലത്തിൽ കയറാൻ പറ്റിയ എല്ലാവരെയും കയറ്റണം. എല്ലായിടത്തും ഇപ്പൊ മോസ്കിൽ എന്തിനുണ്ട് സ്ത്രീകളെ കയറ്റില്ല? അവരുടെ വിശ്വാസം അങ്ങനെയൊന്നുമില്ല. കയറ്റണമെങ്കിൽ എല്ലായിടവും കയറ്റും, എല്ലായിടത്തും പോയി. ഇപ്പൊ ഒരു ജസ്ന സലീം ഗുരുവായൂരപ്പനെ കണ്ടെന്ന് പറഞ്ഞ് ഗുരുവായൂരപ്പനൊന്നും വരാൻ പോകുന്നില്ല, ആ നാട്ടുകാർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ ഇതിനെ കച്ചവടമാക്കി മാറ്റുന്നിടത്താണ് അല്ലെങ്കിൽ ഇതിന്റെ ഉദ്ദേശങ്ങൾ വേറെ ആകുന്നിടത്താണ് പ്രശ്നങ്ങൾ വരുന്നത്. നടത്തിയിരുന്ന പല ആചാരങ്ങളും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ പുരുഷന്മാർ ഷർട്ട് ഇട്ടുകൊണ്ട് ആ കാലത്ത് ഈ ക്ഷേത്ര പ്രവേശന വിളംബരമൊക്കെ വരുന്നതിന് മുമ്പ് ബ്രാഹ്മൺസ് മാത്രമേ അമ്പലത്തിന് ഉള്ളിൽ കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പൂണൂലുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലുള്ള ആചാരങ്ങൾ. പക്ഷെ കാലക്രമേണ ഇതൊക്കെ മാറി വരേണ്ട സാഹചര്യം ഉണ്ട്. ഇപ്പൊ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നമ്മൾ പോയ സ്ത്രീകളായാലും ഒരു മേൽമുണ്ട് ഉടിക്കണം. അതൊരു കച്ചവടത്തിന്റെ കൂടി ഭാഗമാണ്. കാരണം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ 100 രൂപ എങ്ങാണ്ടാണ് ഒരു മുണ്ടിന് നമ്മൾ വാങ്ങുമ്പോൾ തിരിച്ചത് കൊടുത്തിട്ട് വരികയും ചെയ്യണം എന്ന് തോന്നുന്നു. അപ്പോ ഇതൊക്കെ ഒരു കച്ചവടത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ ജസ്ന സലീം അതിന്റെ അകത്ത് കയറിയത് കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ ദൈവത്തെ കണ്ടത് കൊണ്ടോ ഇപ്പൊ ഏത് അമ്പലത്തിൽ പോയി തൊഴുതാലും ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യങ്ങളല്ല. ആർക്കും ഏത് ദൈവത്തെയും ഇപ്പൊ ചില ബസ്സുകളിലൊക്കെ നമ്മൾ കയറുമ്പോൾ പിന്നെ പ്രവാചകൻ്റെത് കാണാം, യേശുവിന്റെ പടം കാണാം, പിന്നെ നമ്മുടെ ഹിന്ദു ദൈവങ്ങളുടെ പടം കാണാം. അത് മതസൗഹാർദ്ദമാണ്, എല്ലാവരും ഒരുമിച്ച് തന്നെ പോകണം. പക്ഷെ ഇവിടെ കച്ചവടമാക്കിക്കൊണ്ട് എന്തെങ്കിലും മറ്റു ഉദ്ദേശങ്ങൾ ഉണ്ട് എങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഹിന്ദുവിനെ വിറ്റ് അങ്ങനെ എന്തും നിങ്ങൾ ജീവിച്ചോ, നിങ്ങളുടെ അന്നം അതാണെങ്കിൽ നിങ്ങൾ അത് വെച്ച് ജീവിച്ചോ, അതിലൊന്നും ഒരു പ്രശ്നമില്ല. ഇപ്പൊ കൃഷ്ണനെ വിൽക്കുമ്പോൾ 10 പേര് നിങ്ങളെ വീഡിയോ കൂടുതൽ കാണുക, നിങ്ങളുടെ കൃഷ്ണന്റെ വിഗ്രഹം പല ചിത്രങ്ങൾ നിങ്ങൾ വരയ്ക്കുന്നത് 10 പേർ കൂടുതൽ വാങ്ങുന്നുവെങ്കിൽ അതൊക്കെ നല്ല കാര്യം. അതൊക്കെ ഹിന്ദുവിനെ വെച്ചിട്ടാണല്ലോ നിങ്ങൾ ജീവിക്കുന്നത്, നിങ്ങൾ ജീവിച്ചോ, ഒരു കുഴപ്പമില്ല. അതൊക്കെ നിങ്ങളുടെ. പക്ഷേ ഈ സ്നേഹത്തിന്റെ മറ പിടിച്ചുകൊണ്ട്, സ്നേഹത്തിന്റെ കട എന്ന് പറഞ്ഞുകൊണ്ട്, സ്നേഹത്തിന്റെ മറ പിടിച്ചുകൊണ്ട് ഈ എന്താ പറയുക മറ്റുദ്ദേശങ്ങളോട് കൂടി കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്, അത് കച്ചവട താല്പര്യത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എന്താ പറയുക പ്രശ്നം വരുന്നത്. ഇപ്പൊ ഹിന്ദുവിന് മാത്രമേ കൃഷ്ണന്റെ പടം വരയ്ക്കാവൂ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഒരു ഹിന്ദു ഒരു പ്രവാചകന്റെ പടം വരച്ച് വിൽപ്പന നടത്തിയാൽ എത്ര പേര് ഇവിടെ അംഗീകരിക്കും? എത്ര പേര് ഇവിടെ ചർച്ച നടത്തും? അത് വലിയ വിവാദങ്ങളാവും. അവൻ പിന്നെ ജീവനോടെ ഉണ്ടാവുമെന്ന് തന്നെ അറിയില്ല. അതാണ് ഇവിടുത്തെ കാര്യം എന്ന് പറയുന്നത്. ഇപ്പൊ ക്രിസ്ത്യാനികൾ ചിലപ്പോൾ ക്ഷമിക്കുമായിരിക്കും, പക്ഷെ ഇവർ
ഒരു പ്രത്യേക വിഭാഗം ആളുകൾ അവരുടെ വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുന്നവരാണ്. ഇപ്പോൾ ആന വരെ വീട്ടിലല്ലേ പ്രസവിക്കണേന്ന് ചോദിച്ച ഉസ്താദുമാരുള്ള നാടാ ഇവിടെ. എൻ്റെ ഭാര്യ 9 വീട്ടിലാണ് പ്രസവിച്ചത്. വീട്ടിൽ പ്രസവിച്ച എന്താ കുഴപ്പം എന്ന് ഇപ്പോഴും അവിടെ നിന്ന് പുറത്തേക്ക് വരാത്ത പലരും ഉണ്ട്. അവർക്കിടയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഒരുമിച്ച് യോഗ ക്ലാസ് റൂമിൽ ഇരിക്കാൻ സമ്മതിക്കില്ല. പെണ്ണുമാണ് ഒരുമിച്ച് കണ്ടാൽ അപ്പോ വേറെ എന്തൊക്കെയെന്നാണ് ഇവരുടെ വിചാരം. അങ്ങനെ പോകുന്ന കുറെ ആൾക്കാർ നല്ലവരായ മുസ്ലിംസും ഇപ്പോഴും ഉണ്ട്. അവരെയല്ല പറയുന്നത്. കുറെ അത്തരം ചിന്താഗതിയുള്ള കുറെ ആൾക്കാരുണ്ട്. ഇവിടെയാണ് പ്രശ്നം. നിങ്ങൾ കച്ചവടത്തിനായി ഇതിനെ ഉപയോഗിക്കാതിരിക്കൂ. നിങ്ങൾക്ക് സത്യസന്ധമായി കൃഷ്ണന്റെ സ്നേഹമുണ്ട് എങ്കിൽ നിങ്ങൾ കൃഷ്ണന്റെ അടുത്ത് വരൂ, കാണൂ, പ്രാർത്ഥിക്കൂ, പോകുക. ഗുരുവായൂർ മാത്രമല്ല കൃഷ്ണനുള്ളത്. കൃഷ്ണൻ ഇരിക്കുന്ന എല്ലാ തൂണിലും തുരുമ്പിലും ദൈവം ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ വീട്ടിൽ നിന്ന് ഒരു വിഗ്രഹം വെച്ച് പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് യഥാർത്ഥ സ്നേഹം ഉണ്ടെങ്കിൽ അത് വിശ്വാസത്തിന്റെ ഭാഗം തന്നെയാണ്. ഈ നട റോഡിലൊന്നും കൊണ്ടുവന്ന് നിങ്ങളും അപമാനിക്കപ്പെടുകയാണ്, ഈ കൃഷ്ണനെയും അപമാനിക്കുകയാണ് നിങ്ങൾ. പബ്ലിസിറ്റി, അതെ, യൂട്യൂബ് ചാനലിന്റെ ഒക്കെ വളർച്ചയ്ക്ക് വേണ്ടിയൊക്കെ ഇത്തരത്തിലുള്ള മത ആചാരങ്ങളെയൊക്കെ ഉപയോഗപ്പെടുത്തുന്നതിനോട് വിയോജിപ്പ് തന്നെയായിരിക്കും. തീർച്ചയായിട്ടും.